കോൺഫിഡൻസ് CJ റോയ് മരിച്ചതിനെ കുറിച്ച് ഇപ്പോൾ പലരും മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം മരിച്ചപ്പോൾ മുതൽ ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത്? എല്ലാവരും ഈ റോയിയെ അങ്ങ് പൊക്കി പറയുകയാണ്. അദ്ദേഹത്തിന് വാനോളം ഉയർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉയർന്നത് വാനിന്റെ മുകളിലും പോയിരുന്നൊരു സംശയമുണ്ട്. എന്നാൽ ഇത് കുറച്ച് കട്ടിയായിപ്പോയി. പിന്നെ ചാനലുകാർക്ക് ഉണ്ടയോർന്ന് നന്ദി കാണിക്കട്ടെ. ഇവരൊക്കെ കാശ് മേടിച്ചതല്ലേ, ഒത്തിരി പരസ്യമായിട്ടും അല്ലാതെയൊക്കെ. പിന്നെ ഒരുപാട് പരിപാടികളൊക്കെ സ്പോൺസർ ചെയ്തു. ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കിയായിരുന്നു, 1 മിനിറ്റ് ഷോർട്ട്. ഇപ്പം ഏതാണ്ട് 9.5 ലക്ഷം ആൾക്കാർ അത് കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ലിങ്ക് ഇതിനോട് ചേർത്തിട്ടുണ്ട്, താഴെയുണ്ട്, ആ ലിസ്റ്റിലുണ്ട്. അതിൽ എന്നെ ഒരു 300ഓളം പേര് എന്നെ ചീത്ത പറഞ്ഞിരിക്കുകയാണ്. ചീത്തയല്ല, ഒരുമാതിരി തനിക്കെന്തിൻ്റെ കേടാടോ, തനിക്ക് അസൂയല്ലേ, വെച്ചിട്ട് പോടോ, തനിക്ക് നാണയില്ലേ, തനിക്കത് മേടിക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള അസൂയല്ലേ, കലിപ്പല്ലേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഇഷ്ടംപോലെ മെസ്സേജുകളുണ്ടായിരുന്നു. ഒരു 4-5 പേര് മാത്രം അതിനെക്കുറിച്ച് നല്ലത് പറഞ്ഞൊരു തംസപ്പൊക്കെ തന്നു. ആദ്യ ദിവസം തന്നെ, ഈ മരണം ഉണ്ടായ ദിവസം തന്നെ, അയാൾ ജാഡ റോയി ആണെന്ന്, CJ റോയി, ചക്കര ജാഡ റോയി എന്നാണ് ഞാൻ ടൈറ്റിൽ കൊടുത്തത്. എനിക്കെന്നത് പറഞ്ഞപ്പോൾ യാതൊരു വിഷമവുമില്ലായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് തെറ്റായി പോകുന്നൊരു പേടിയില്ലായിരുന്നു. വളരെ വ്യക്തമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ നിന്ന് മാറുന്നുമില്ല. പിന്നെ 2 ദിവസമായിട്ട് ഞാൻ കാണുന്ന ഒരു മാറ്റമുണ്ട് മൊത്തത്തിൽ TV ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും. ആദ്യമൊക്കെ ഈ റോയിയെ വാനോളം ഉയർത്തവരൊക്കെ പതുക്കെ പ്ലേറ്റ് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് റിട്ടയർഡ് SPയും റിട്ടയർഡ് ജഡ്ജിയൊക്കെ ഉണ്ട്, അഭിപ്രായം മാറ്റി പറയുന്നവർ. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഈ പ്രധാനപ്പെട്ട ഇത്രയും പ്രശസ്തരായ വ്യക്തികൾ, റിട്ടയർഡ് SPയും റിട്ടയർഡ് ജഡ്ജിയൊക്കെ ചാനലുകളിൽ എന്തെങ്കിലും ഒരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ എടുത്തങ്ങ് ചാടുകയാണ്. നേരെ ചാടിയിട്ട് EDയെയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനും ഒക്കെ അങ്ങ് ചുമ്മാ അങ്ങ് കുറ്റം പറയുക. ഈ റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ചിന്തിക്കരുതോ, നിങ്ങളും ഗവൺമെന്റ് ജോലിക്കാരായിരുന്നു, IT-യിലും EDയിലും ഒക്കെ ജോലി ചെയ്യുന്നവർ, അവരും നിങ്ങളെപ്പോലെ തന്നെ ഗവൺമെന്റ് ജോലിക്കാരല്ലേ, അവർക്ക് അവരുടെ ജോലിയുടെ ഒരു ഉത്തരവാദിത്തം ഇല്ലേ? ചുമ്മാ അങ്ങോട്ട് കയറിയിട്ട് ഒരാളെ അങ്ങ് ഹരാസ് ചെയ്യുമോ എന്നൊക്കെ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ? നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ബിസിനസ്സുകാരുണ്ടെങ്കിൽ, അതായത് ഈ കോടികളിലൊക്കെ ബിസിനസ് ചെയ്യുന്നവർ, ഇനി 1-2 കോടി ആയിക്കോട്ടെ, അല്ല 5-10 കോടി ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പോയി ചോദിച്ചു നോക്കുക, അവർ പറഞ്ഞുതരും. ഈ ബിസിനസ് കമ്മ്യൂണിറ്റിക്കാർക്ക് ഇത് വ്യക്തമായിട്ട് അറിയാം, ഇയാൾ ഉഡായിപ്പായിരുന്നുള്ള കാര്യം. ഇത് ഇയാളുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു. ഇതുപോലെ TV പരിപാടികൾ സ്പോൺസർ ചെയ്യുക, അവിടെ പ്രൈസ് കൊടുക്കുക, അതുപോലെ കാറിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുക, ഒരുപാട് കാറ് മേടിച്ച് കൂട്ടുക, ഇതൊക്കെ ഉണ്ടല്ലോ ഇയാൾ ആൾക്കാരെ പറ്റിക്കാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യങ്ങളാണ്. 10-20 വർഷമായിട്ട് ഇയാൾ സ്ട്രാറ്റജിക്കലി പ്ലാൻഡ് ബിസിനസ് ആയിരുന്നത്, ജനങ്ങളിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇൻവെസ്റ്റ്മെന്റ് നേടുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. പക്ഷേ ഇവിടെ വീണ് പോയത് ആരാണെന്നറിയോ? കഷ്ടപ്പെട്ട് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി ഗൾഫിലും അമേരിക്കയിലും ഒക്കെ പോയിട്ട് 10-30 വർഷമൊക്കെ ജോലി ചെയ്തിട്ട് അവരുടെ ഭാവിയിലേക്ക് വരുന്ന വർഷങ്ങളിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി വെച്ചവർ കുറച്ച് കൂടുതൽ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇയാളുടെ കൈക്കോട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇവിടെ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ആട്, മാഞ്ചിയം, തേക്ക്, ഇത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. 45 വയസ്സിന് മുകളിലുള്ളവരൊക്കെയാണ് ഇത് കൂടുതൽ പരിചയം ഈ വാക്ക്. കേരളത്തിലെ ഒരു വലിയ സ്കാമായിരുന്നു, പറ്റിയിട്ടായിരുന്നു. അതിനു മുമ്പ് വേറൊരു സ്കാം ഉണ്ടായിരുന്നു, അത് 50 വയസ്സ് കഴിഞ്ഞുള്ളതൊക്കെ അറിയാവുള്ളൂ. കേരളത്തിൽ ഒരുപാട് ഫൈനാൻസ് കമ്പനികൾ, സ്വർണ്ണ പണയത്തിന്മേൽ പണം കടം കൊടുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ടായിരുന്നു. ഫൈനാൻസിയേഴ്സ്, വട്ടത്തിൽ ഫൈനാൻസിയേഴ്സ്, ചതുരത്തിൽ ഫൈനാൻസിയേഴ്സ്, അങ്ങനെ കുറേ എണ്ണം ഉണ്ടായിരുന്നു. ഇവന്മാരെല്ലാം കൂടെ ഉണ്ടല്ലോ ഒരു 3-4 മാസം കൊണ്ട്, അല്ലെങ്കിൽ ഒരു 6 മാസം കൊണ്ട് എല്ലാവരും പൊട്ടാത്തവനും കൂടെ അവൻ്റെ കമ്പനി പൊട്ടിച്ചു, തകർത്തു, എന്നിട്ട് മുങ്ങി. എന്താണെന്ന് അറിയോ? എല്ലാ വണ്ടിയിലും 2-3 കിലോ സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ആയിട്ട് ഇവന്മാർ കമ്പനി പൊട്ടിച്ചിട്ട് സ്ഥലം വിട്ടു. ഇത് കേരളത്തിലുണ്ടായ ഒരു കാര്യമാണ്. ബ്ലേഡ് മാഫിയ, ആടുമാഞ്ചിയം തേക്ക്, റോയി എന്ന് പറയുകയാണ്. 2006 മുതൽ റോയി മലയാളികളെ സമർത്ഥമായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെങ്ങനെയാണെന്ന് വിശദീകരിക്കട്ടെ. റോയി ഉഡായിപ്പായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം, അല്ലെ റോയി ജാട കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് ഞാനൊന്ന് വിശദീകരിക്കാം. ആദ്യം തന്നെ പറയുകയാണ്, ഈ റോയിയുടെ ഈ കാർ വെച്ചുള്ള കളിയുണ്ടല്ലോ, 4-5 കോടി വിലയുള്ള ഈ കാറുകൾ വെച്ചുള്ള ഈ കളി, അതിന് മുമ്പ് എന്നുള്ള വീഡിയോ ഷൂട്ടിങ് അതും ഇതൊക്കെ ഉണ്ടല്ലോ, പൊങ്ങച്ചം കാണിക്കുന്ന പരിപാടി. അത് ശരിക്കും പൊങ്ങച്ചം മാത്രമല്ലായിരുന്നത്. പൊങ്ങച്ചം അദ്ദേഹത്തിൻ്റെ ജന്മനാളുള്ളൊരു കാര്യമാണ്. അവിടെ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കാനുള്ളൊരു പരിപാടിയായിരുന്നു. 12 റോൾസ് റോയ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നു, വരുന്ന ആഴ്ചകളിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന കാര്യമാണ്
ഈ 12 റോൾസ് റോയ്സിൽ ഒരു 5 6 ഇയാളുടേതല്ല. അല്ലെങ്കിൽ അത് കണ്ടം ചെയ്ത വണ്ടികളാണ്. എന്ന് പറഞ്ഞാൽ നിരത്തിലിറക്കാൻ പറ്റാത്ത രീതിയിൽ പഴക്കമുള്ള വണ്ടികളാണ്. ഇയാൾ ഈ വണ്ടിയൊക്കെ മേടിച്ചിട്ട് ഇയാളുടെ ഗാരാജിൽ നല്ല പെയിന്റും ഒക്കെ അടിച്ച് കുട്ടപ്പനാക്കി ഇട്ടിരിക്കുകയാണ്. ഇതൊന്നും ഓടിക്കുന്ന വണ്ടികളല്ല അയാളുടെ ഉള്ളതിൽ പകുതിയും വണ്ടികൾ. പിന്നെ ബാക്കി വണ്ടികളൊക്കെ അയാൾ മേടിച്ചു. ഓരോ വണ്ടി മേടിക്കുമ്പോഴുണ്ടല്ലോ അയാൾക്ക് അങ്ങ് പൊങ്ങച്ചം കാണിക്കാനായിട്ട് അയാൾ എന്തൊക്കെയോ ശരീരം കൊണ്ട് ഗോഷ്ടി കാണിക്കുകയായിരുന്നു. അവിടെയാണ് എനിക്ക് സംശയം തോന്നുന്നത്. അപ്പോൾ നമ്മുടെ കാറിൻ്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ. കാർ വെച്ച് ഇഷ്ടം പോലെ ഇയാൾ കാണിച്ചു. ഇയാൾ വേറൊരു കാര്യം പറഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ, എൻ്റെ ഭാര്യ വളരെ സിമ്പിളാണ്, അവർക്ക് പ്രത്യേകിച്ച് യാതൊരു താല്പര്യമില്ല ഇങ്ങനെയുള്ള ലക്ഷറികളിലൊന്നും, ചുമ്മാതെയാണ്. ഇയാളെ പോലെ തന്നെ ജാടകക്ഷിയാണ് ഇയാളുടെ ഭാര്യ. പിന്നെ അതൊക്കെ വിട്, നമ്മളിതിനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇയാളുടെ കാശിൻ്റെ വെട്ടിയതിൻ്റെ കാര്യം ഞാൻ പറയുകയാണ്. സീറോ ഡെപ്റ്റ് കമ്പനിയാണെന്ന് പറഞ്ഞു. ഈ സീറോ ഡെപ്റ്റ് കമ്പനി എന്ന് പറയുന്ന പരിപാടി നടക്കില്ല, ലോകത്തൊന്നും നടക്കില്ല. ആരെങ്കിലുമൊക്കെ കാശ് മേടിച്ചെങ്കിലേ വലിയ ബിസിനസ് നടത്താൻ പറ്റുള്ളൂ. ഒന്നിൽ ബാങ്ക് ലോൺ കൊടുക്കണം, അതിലെങ്കിലും സ്ഥലം വിറ്റിട്ട് കാശ് കൊണ്ടുവരണം. അത് സ്വന്തം കാശാണ്. പക്ഷെ വേറൊരാളെ കൊണ്ട് അയാളുടെ സ്ഥലം വിറ്റിട്ട് അല്ലെങ്കിൽ അയാൾക്ക് പെൻഷൻ കിട്ടിയ കാശ് അയാളുടെ സേവിങ്സ് എടുത്തുകൊണ്ട് ഈ കമ്പനി കൊണ്ടിടുമ്പോഴോ അയാളോട് ഈ കമ്പനി കടപ്പെട്ടിരിക്കുകയല്ലേ? അയാൾക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ അതിൻ്റെ ബാങ്ക് പലിശയെങ്കിലും കൊടുക്കണ്ടേ? അപ്പോൾ പിന്നെ കടം മേടിച്ചില്ല എന്ന് പറയുന്നത് ശരിയാണോ? അല്ല. ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലുള്ളവർ, ഏതെങ്കിലും തരത്തിലുള്ള കൺസ്ട്രക്ഷനിലുള്ളവർ, അതായത് കോൺട്രാക്ടർമാർ, അവരോട് ചോദിച്ചു നോക്കുക. അവർ നിങ്ങളോട് ചിരിച്ചുകൊണ്ടൊരു ഉത്തരം തരും. ഈ പറഞ്ഞ അപ്പാർട്ട്മെൻറ്റുകളുണ്ടല്ലോ, 20 ഫ്ലാറ്റുകളുള്ള അപ്പാർട്ട്മെൻറ്റ് തൊട്ട് അങ്ങ് 1000 ഫ്ലാറ്റുള്ള അപ്പാർട്ട്മെൻറ്റ് വരെ നിങ്ങൾ ഏത് വേണമെങ്കിലും കണക്കിലെടുത്തു. ആ സ്ഥലത്തിന് നല്ല വിലയുണ്ട്. ഈ സ്ഥലം പൊതുവെ മിക്കവാറും ആരും തന്നെ വാങ്ങിക്കാറില്ല. പിന്നെ ചില കേസിലൊക്കെ ഉണ്ടല്ലോ, ഗോദ്രേജ് പോലുള്ള കമ്പനികളൊക്കെ ചിലതൊക്കെ മൊത്തം പ്രോപ്പർട്ടി നേരത്തെ വാങ്ങിച്ചിട്ടതൊക്കെ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. പൊതുവെ നമ്മുടെ നാട്ടിലെ ഈ സൗത്ത് ഇന്ത്യയിലൊക്കെ ഓരോ സിറ്റികളിലെ ഇതുപോലുള്ള ഓരോരുത്തരൊക്കെ ഓരോ ബിസിനസ് തുടങ്ങുമ്പം ഇവരാരും ശരിക്കും ഈ സ്ഥലം വാങ്ങിക്കുന്നില്ല. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ആ സ്ഥലത്തിൻ്റെ ഓണറുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് നമുക്കിവിടെ ഒരു 200 ഫ്ലാറ്റിൻ്റെ ഒരു കോംപ്ലക്സ് പണിയാം. ഈ കോംപ്ലക്സ് പണി ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ 10% ഫ്ലാറ്റ്സ്, അതായത് 20 ഫ്ലാറ്റ് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളത് വിൽക്കുകയോ വാടകയ്ക്ക് കൊടുക്കുകയോ എന്ത് വേണേൽ ചെയ്തു. 5 ഏക്കറിലോ 10 ഏക്കറിലോ നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ പലതും പറഞ്ഞ് ഈ ബിൽഡർമാർ എന്നിട്ട് ഈ സ്ഥലത്തിൻ്റെ ഓണർമാരെ കൺവിൻസ് ചെയ്ത്, ഇത് തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല കേട്ടോ, അങ്ങനെ കൺവിൻസ് ചെയ്ത് അവർ തമ്മിലൊരു പാർട്ട്ണർഷിപ്പ്, ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയാണ്. ഈ 20-80 അല്ലെ 70-30 എന്നുള്ള രീതിയിലൊക്കെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കും. പക്ഷേ ഈ ബിൽഡറാണ് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാശ് മുടക്കുന്ന മുഴുവൻ. അയാൾ കാശ് മുടക്കുന്നു, അയാൾ മാർക്കറ്റിംഗ് നടത്തുന്നു, അയാൾ ബാങ്കുമായിട്ട് ഡീൽ ഉണ്ടാക്കുന്നു. അങ്ങനെയെല്ലാം ചെയ്ത് കോംപ്ലക്സ് പൂർത്തിയാവുന്നു. അവരത് ഫ്ലാറ്റ് വിൽക്കുന്നു. ഈ ഓണർക്ക്, അതായത് സ്ഥലത്തിൻ്റെ ഓണർക്ക് ഈ 10-20 ഫ്ലാറ്റ് ഉള്ളതിൽ, അതായത് 10% 20% ഉള്ള ഫ്ലാറ്റുകൾ അയാൾക്ക് ഇഷ്ടമുള്ള പൈക്ക് വിൽക്കാം. ആ കാശ് അയാളുടെ ബാങ്കിലിടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ഈ റോയി എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ, ഈ സ്ഥലം ഉണ്ടല്ലോ, ഇയാൾ അവിടെ ബാംഗ്ലൂർ ഓരോ സ്ഥലത്തും പോയിട്ട് ഓരോ കോണറിൽ പോയി അവിടുത്തെ 5 ഏക്കർ 10 ഏക്കർ 50 ഏക്കർ 300 ഏക്കറൊക്കെ മേടിച്ചെന്ന് പറഞ്ഞില്ലേ, ഇത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഇയാൾ പലതും വാങ്ങിച്ചിട്ടില്ല. ഇയാൾ വാങ്ങിക്കാതെ ഈ സ്ഥലത്തിൻ്റെ ഓണർമാരുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയാണ് ചെയ്തത്. അയാൾ മാർക്കറ്റിംഗ് നടത്തിയപ്പോൾ അയാളുടെ സ്ഥലമാക്കി അയാൾ എല്ലാവരും പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു. ഞാൻ ആട് മാഞ്ചിയും തേക്കിൻ്റെ കാര്യം പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ തേക്കും മാഞ്ചിയും ഒക്കെ തമിഴ്നാട് കേരള അതിർത്തിയിലുള്ള ഏതോ സ്ഥലങ്ങളിൽ പോയി ഞങ്ങൾ സ്ഥലം മേടിച്ചിട്ടുണ്ട്, വൻതോതിൽ ആയിരക്കണക്കിന് ഏക്കർ മേടിച്ചു, അതിനകത്ത് നിങ്ങൾക്ക് 1/2 ഏക്കർ തരും എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു ആ കഥ. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരാളെ കാണിക്കുന്നു, ഒരു ബാച്ച് ആൾക്കാരെ ഈ പറഞ്ഞ സ്ഥലം കാണിക്കുന്നു, എന്നിട്ട് ഇത് നിങ്ങളുടെ പ്ലോട്ടാന്ന് പറയുന്നു, അവൻ്റെ നിന്ന് കാശ് മേടിച്ചെടുത്തിട്ട് അടുത്ത മാസം വേറൊരു ബാച്ചിനെ കൊണ്ടുപോയിട്ട് സെയിം പ്ലോട്ട് തന്നെ കാണിച്ചിട്ട് അവരുടെ നിന്നും കാശ് മേടിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞ അതേ ടാക്ടിക്സ് തന്നെയാണ് റോയി ഉപയോഗിച്ചത്. സ്ഥലത്തിൻ്റെ ഓണറുമായിട്ടുള്ള എഗ്രിമെന്റ് ഉണ്ടാക്കിയല്ലോ, ആ സ്ഥലം മുഴുവൻ റോയിയുടെയാണെന്ന് പറഞ്ഞ് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ആണെന്ന് പറഞ്ഞ് കാണിച്ചു. എന്നിട്ട് ഈ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന്, ഏതാ ഇൻവെസ്റ്റേഴ്സ്? ഈ ഗൾഫിലും അമേരിക്കയിലൊക്കെ പോയിട്ട് വന്നവരെ ഈ TV-യിലെ പ്രോഗ്രാം കണ്ടിട്ട് റോയി കാശെടുത്ത് വീശുന്ന കണ്ടിട്ട് അതിലേക്ക് ആകൃഷ്ടരായി വന്നവരുടെ അടുത്ത് നിന്ന് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുകയായിരുന്നു, കോടിക്കണക്കിന് രൂപ. എത്ര ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം മാത്രം റോയിക്ക് മാത്രമേ അറിയാവുള്ളൂ. അതൊരു പക്ഷേ 200 300 ആകാം, 2000 3000 ഒക്കെ ആകാം. അതുപോലെ കോടിക്കണക്കിന് രൂപ ഈ റോയി ഇൻവെസ്റ്റേഴ്സിൻ്റെ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ആ ഊതി വീർപ്പിച്ച് അവസാനം എന്താ, ആ ബലൂൺ അങ്ങ് ഡും പൊട്ടി. ആ പൊട്ടിയതാണ് ആ തോക്ക് നെഞ്ചത്ത് വെച്ച് പൊട്ടിച്ചത്. ആർക്കൊക്കെ കാശ് പോകുന്നുള്ള കാര്യം, ഈ ഇൻവെസ്റ്റേഴ്സിന് പലർക്കും കാശ് കിട്ടാൻ പോകുന്നില്ല. ആരെങ്കിലുമൊക്കെ ആദ്യകാലത്ത് സ്ട്രോങ് എഗ്രിമെൻ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഉള്ള പ്രോപ്പർട്ടിയൊക്കെ ഏതെങ്കിലും തരത്തിലൊക്കെ വിൽക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. ഈ അവസാന കാലങ്ങളിൽ വന്നിട്ടുള്ള, എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 5-6 വർഷമായിട്ട് വന്നിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് ആർക്കും തന്നെ തിരിച്ചൊന്നും കിട്ടാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. റോയി ഫാമിലി 20 വർഷം അദ്ദേഹത്തിൻ്റെ ലൈഫ് ആസ്വദിച്ചു, അടിച്ചു പൊളിച്ചു, ജനങ്ങളെല്ലാം അദ്ദേഹത്തിനെ വിശ്വസിച്ചു. പക്ഷെ അതൊരു വൻ ട്രാപ്പായിരുന്നു. ഇതൊക്കെ മനസ്സിലാക്കാനുണ്ടല്ലോ,
ഈ ഡയറി തുറക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ CID നമ്മളോട് തുറന്നു പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് കുറച്ച് കോമൺ സെൻസ് മതി. കുറേ കാലമായിട്ട്, അതായത് ചെറുപ്പം തൊട്ടേ പത്രം വായിക്കുന്നവർക്കൊക്കെ ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അല്ല, എനിക്ക് മാത്രമല്ല, ഇത് എൻ്റെ ഒരു സ്മാർട്ട്നെസ് ഒന്നുമല്ല, അല്ല ഞാനൊരു ജ്യോതിഷനുമല്ല. ഇതൊക്കെ ഇതുപോലുള്ള പറ്റീരിയലൊക്കെ ഇപ്പോഴും ഇനിയും നടക്കുന്നുണ്ട്. ഇവിടെ ഞാൻ മറ്റൊരു കഥ കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. 1995-96 സമയത്ത് ഒരു എയർലൈൻസ് കമ്പനി ഉണ്ടായിരുന്നു മലയാളിയുടെ. ഏതാണെന്നറിയോ? ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്. തഖീയുദ്ദീൻ വാഹിദ്, അദ്ദേഹം അണ്ടർവേൾഡുമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ഒരു 2 വർഷത്തേക്ക് നല്ല സൂപ്പറായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എയർലൈൻസ് ആയിരുന്നു. മലയാളികൾ ആദ്യം ഇന്നലെ ജോലി കൊടുക്കുമായിരുന്നു. പ്രത്യേകിച്ചും കൊല്ലം ജില്ലയിലുള്ളവരോ തിരുവനന്തപുരത്തുള്ളവരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അന്നേരം ജോലി കൊടുക്കുമായിരുന്നു. അങ്ങനെ നല്ല പേരൊക്കെ നേടിക്കൊണ്ടിരുന്ന സമയത്ത് ഈ തഖീയുദ്ദീൻ വാഹിദിനെ ആരോ വെടിവെച്ച് കൊല്ലുന്നു. ആ കഥയിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അത് കഴിഞ്ഞപ്പോഴും തഖീയുദ്ദീൻ വാഹിദിൻ്റെ 7-8 സഹോദരങ്ങളുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ ശക്തമായി നിലകൊള്ളും, ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട, 1 മാസത്തിനകം എല്ലാം ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ദാവൂദ് ഇബ്രാഹിമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ എന്തൊക്കെയോ പുറത്തു വരികയൊക്കെ ചെയ്തു. ഗ്രാജുവലി ഫ്ലൈറ്റുകൾ ഒന്നൊന്നായി നിലത്തിറങ്ങി. അങ്ങനെ ഏകദേശം ഒരു 6 മാസം കൊണ്ട് ആ കമ്പനി മൊത്തത്തിൽ നിന്നുപോയി. പക്ഷേ അതല്ല ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ആ സമയത്തും ഈ 6 മാസ സമയത്തും അത് കഴിഞ്ഞും എൻ്റെ അയലോക്കത്തുള്ള ചിലരൊക്കെ ഉണ്ടായിരുന്നു, ഈ എയർലൈൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ. അവരൊക്കെ പലരും പിരിഞ്ഞു പോയി. എങ്കിലും കുറേ പേരുണ്ടായിരുന്നു, വളരെ പ്രതീക്ഷയോടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരോടൊക്കെ മാനേജ്മെൻറ്റ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഇതിപ്പോൾ ശരിയാവും, അടുത്ത മാസം ശരിയാവും, അടുത്ത മാസം നിങ്ങളുടെ ശമ്പളം തരാം, ഇപ്പോൾ പകുതി ശമ്പളമൊക്കെ കൊടുക്കുന്നുള്ളൂ. അങ്ങനെ പറഞ്ഞ് 1.5 വർഷം കൂടെയൊക്കെ അവിടെ വെറും 3-1 ശമ്പളത്തിനും അല്ലെങ്കിൽ 4-1 ശമ്പളത്തിനും ഒക്കെ ജോലി ചെയ്തിട്ട് അവസാനം ദുഃഖത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്ന 2 പേരെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അവസ്ഥ വരാതിരിക്കണമെങ്കിൽ എനിക്ക് ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഒരൊറ്റ ഉപദേശമേ ഉള്ളൂ. റിക്വസ്റ്റ് ഒന്നുമല്ല, ഉപദേശം. എത്രയും പെട്ടെന്ന് കിട്ടുന്ന കാശും മേടിച്ചുകൊണ്ട് വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോകാൻ നോക്കുക. അല്ലാതെ ഇവിടുത്തെ പ്രശ്നമൊക്കെ തീർക്കുമെന്ന് വിചാരിച്ചുകൊണ്ടൊന്നും ആരും ഇവിടെ ഇരിക്കണ്ട. ഈ മരിച്ച റോയിയുടെ മകൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് നിങ്ങളൊന്ന് ഓർത്താൽ മാത്രം മതി. ഞങ്ങളോട് വീട്ടിൽ ആരോടും ഡാഡി ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ മാനസികമായിട്ട് വിഷമമുണ്ടെന്നോ സാമ്പത്തിക പ്രശ്നമുണ്ടെന്നൊന്നും, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതിനകത്തുണ്ടല്ലോ ഈ മകനൊരു ചെണ്ട അറിയത്തില്ല, ഇവനെയാണ് ഈ ബിസിനസ് ഏൽപ്പിക്കാൻ പോകുന്നത്. കലക്കി നന്നായി വരും. എല്ലാ ആശംസകളും. എത്രയും പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്കുക. ഈ കമ്പനിയൊന്നും ഇനി പൊങ്ങാനൊന്നും പോകുന്നില്ല. പോയവർക്ക് പോയി, കിട്ടുന്ന മേടിച്ചുകൊണ്ട് സ്ഥലം വിട്ടുകൊള്ളുക. എന്നെ കളിയാക്കിയവരോട്, പോടാ അവിടുന്നൊക്കെ എന്നോട് പറഞ്ഞവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിങ്ങനെ എടുത്ത് ചാടരുത്. കാള പറ്റുമെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കാൻ പോകരുത്. നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ മീഡിയയുടെ ഇരകളാണ്. അതായത് ഈ TV ചാനലുകളിൽ വരുന്ന പൊങ്ങച്ച കഥകളും റീച്ച് കിട്ടാനുള്ള കഥകളും ഒക്കെ കേട്ട് നിങ്ങളൊക്കെ അതിൻ്റെ അടിമകളാണ്. അപ്പോൾ സത്യം ഏതാണ് കള്ളം ഏതാണെന്നുള്ളത് തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മീഡിയ എന്തു പറയുന്നു അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരാൾ നിങ്ങൾ പലരും. അതുകൊണ്ടാണ് നിങ്ങൾ ഈ റോയി എത്രയും കാലം പൊക്കി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിച്ചു, എന്നാൽ പിന്നെ ഇനി ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കാനുള്ളവരുടെ പേര് പറയാം. അടുത്ത വീഡിയോയിൽ ഞാനത് പറയാം. ആരൊക്കെയാണ് ഇനി ഇതുപോലത്തെ ഗുഡായ്പ ബിസിനസ്സുമായിട്ട് ജനങ്ങളെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുന്നവരെന്ന് ഞാൻ പറയാം.